പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ന് 4ാം ദിവസമാണ്. അസാധാരണ സാഹചര്യങ്ങളിലേക്കാണ് ലോകം നീങ്ങുന്നത്. യുദ്ധം നേരിട്ട് ബാധിക്കുന്ന രാജ്യങ്ങൾക്ക് പുറമെ പരോക്ഷമായിട്ടാണെങ്കിലും യുദ്ധത്തിന്റെ കെടുതികൾ എല്ലാ രാജ്യങ്ങളും നേരിടുകയാണ്. ഇറാൻ തിരിച്ചടിക്കുന്നു. യുഎസിന്റെ മുന്നറിയിപ്പ് അതിശക്തമാണ്. അതായത് യുദ്ധം തീർന്നിട്ടില്ല, ഇനിയും കൂടുതൽ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നതാണ് യുഎസ് മുന്നോട്ട് വയ്ക്കുന്ന വാദം. അതേസമയം അതിർത്തി സംഘർഷം നേരിടുന്ന മേഖലകളിൽ നിന്നും സുരക്ഷിത ഇടങ്ങളിലേക്ക് നീങ്ങാൻ യുഎസ് പൗരന്മാർക്ക് എംബസിയുടെ നിർദ്ദേശവും ഉണ്ടായിട്ടുണ്ട്. അറബ് രാജ്യങ്ങളുടെ പല മേഖലകളിലും കനത്ത നാശനഷ്ടങ്ങൾ ഇറാനിൻ്റെ മിസൈൽ ആക്രമണം വരുത്തിയിട്ടുണ്ട്. അതേസമയം തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രയേലും അമേരിക്കയും. ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇറാന്റെ തന്ത്രപ്രധാനമായ പല കേന്ദ്രങ്ങളിലേക്കും സൈനിക നീക്കം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേരുന്ന സംയുക്ത സേനാ നീക്കമാണ്. പഴയ പാർലമെന്റ് കെട്ടിടത്തിന് സമീപം അടക്കം വന്ന് പുതിയ ബോംബുകൾ വീണ് പൊട്ടിയതായ വിവരങ്ങൾ പുതിയതായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിലാണിപ്പോൾ ആക്രമണ നീക്കങ്ങൾ ഉണ്ടാവുന്നത്. കിരൺ ബാബു ചേരുന്നു. കിരൺ, ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇറാന് വീണ്ടും മറുപടി നൽകിയാണ് അമേരിക്കയും ഇസ്രയേലും. ഇതിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ പ്രത്യേകതയുള്ളതാണ്. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇറാനെ പൂർണ്ണമായും കീഴടക്കിയിട്ടേ തങ്ങൾ പിന്മാറൂ എന്ന കാര്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവും ഇത് ആവർത്തിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഇറാന്റെ തിരിച്ചടി, പ്രതിരോധം അതെങ്ങനെയാണ്? സജിത്ത്, ഇതുവരെയുള്ള സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ചാൽ 176 കുട്ടികളടക്കം 700 പേരാണ് ഇറാനിൽ മാത്രം ഔദ്യോഗികമായി മരണമടഞ്ഞു എന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിറ്റീസ് ന്യൂസ് ഏജൻസിയുടെ കണക്ക് പ്രകാരമാണിത്. തിങ്കളാഴ്ച മാത്രം 96 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സജിത്ത് നേരത്തെ ചോദിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിക്കും അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം അവസാനിക്കും എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ഒരു വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിലാണ് GCC രാജ്യങ്ങളാകെ അമേരിക്കയ്ക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ ഒപ്പമുണ്ട്, ഞങ്ങൾ അവരുടെ കൂടി സഹായത്തോടു കൂടിയാണ് സംയുക്തമായിട്ടാണ് നീങ്ങുന്നത് എന്നുള്ള പ്രസ്താവന വരുന്നു. തൊട്ടു പിന്നാലെയാണ് GCC രാജ്യങ്ങളിലെ വിവിധ അമേരിക്കൻ ഇസ്രായേൽ ബേസുകൾക്ക് നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കുന്നത്. അത് ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് വീണ്ടും CNN സംസാരിക്കുമ്പോൾ ട്രംപ് പറയുന്നത് വലിയ തരംഗം വരാനിരിക്കുന്നതേ ഉള്ളൂ, ഇപ്പോൾ കണ്ടതൊന്നും യുദ്ധമല്ല അല്ലെങ്കിൽ ആക്രമണമല്ല, വലിയ ആക്രമണം വരാനിരിക്കുന്നതേ ഉള്ളൂ, വലിയ വിജയത്തിലേക്ക് പോവും എന്ന് പറയുന്നു. അദ്ദേഹം ട്രംപ് എന്താണ് താൻ ഈ യുദ്ധം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്ന് പറയുന്നു. 4 ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഇറാന്റെ ആണവ മോഹം പൂർണ്ണമായും അവസാനിപ്പിക്കുക. 2, ഇറാന്റെ മിസൈൽ ശേഷി പൂർണ്ണമായും ഇല്ലാതെയാക്കുക. അതോടൊപ്പം തന്നെ 3, ഇറാൻ ഈ മേഖലയിൽ ഉയർത്തുന്ന മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഉയർത്തുന്ന ഭീഷണി ഒഴിവാക്കുക. അങ്ങനെ 4 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇറാനിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, അത്തരം ലക്ഷ്യങ്ങളൊന്നും തന്നെ മുന്നോട്ട് വെക്കുന്നില്ല. ഇറാന്റെ ആണവ ശേഷി, ഇറാന്റെ നാവികശേഷി, ഇറാന്റെ മിസൈൽ ശേഷി, ഇങ്ങനെയുള്ള ആയുധ ശേഷിയൊക്കെ ഇല്ലാതെയാക്കി ഇറാനെ ദുർബലമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. പിന്നാലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാനെതിരെ വരാൻ പോകുന്നത് കനത്ത തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് പ്രതികരിക്കുന്നത്. സ്വാഭാവികമായും അത്തരമൊരു നീക്കത്തിലേക്ക് തന്നെയാണ് ലോകം പോകുന്നത് എന്ന് വേണം കണക്കാക്കാൻ. കാരണം ഈ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവും അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപുമാണ്. ഇരുവരും കനത്ത തിരിച്ചടിയിലേക്ക്, ആക്രമണത്തിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് വ്യക്തമായി തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇനി ഇറാന്റെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തിരിച്ചടിക്കാൻ ശേഷിയുള്ള രാജ്യമാണ്, എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയിലേക്ക് നേരിട്ട് ഇറാനിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മിസൈൽ ആക്രമണത്തിനൊക്കെയുള്ള സാധ്യത, അത്യത്ഭുതം സംഭവിച്ചാൽ മാത്രമേ ഇറാനിൽ നിന്ന് ഒരു മിസൈൽ വിദൂരമായ അമേരിക്കയിലെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനേ കഴിയൂ. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് വേണമെങ്കിൽ ഇറാന് ആ തരത്തിലേക്കൊക്കെ എത്തിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മലയാളികളെയും ഇന്ത്യക്കാരെ അടക്കം ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ 2 രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടന്നില്ലെങ്കിലും ഈ GCC രാജ്യങ്ങൾ, ഇറാനെ തൊട്ട് ചേർന്ന് കിടക്കുന്ന പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾ, ഈ ഗൾഫ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും അമേരിക്കൻ ബേസുകളുണ്ട്. ഇവയിൽ നിന്നൊന്നും ഇതുവരെ ഇറാനു നേരെയുള്ള ഒരു ആക്രമണത്തിന് അവർ ബേസ് തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നു ഈ രാജ്യങ്ങളെല്ലാം
രാജ്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്കൊപ്പമുണ്ട്, ഇറാനെതിരായ യുദ്ധത്തിൽ ഒപ്പമുണ്ട് എന്ന് പറയുന്നു. ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇറാനൊപ്പമല്ല നിൽക്കുന്നത്. ഈ യുദ്ധത്തിലടക്കം അമേരിക്ക ഇസ്രായേൽ പക്ഷത്ത് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് നേരെ, ഈ രാജ്യങ്ങളിലെ ബേസുകൾക്ക് നേരെ ആക്രമണിക്കാനുള്ള ശേഷി ഇറാന് ഇപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ്റെ ഭാഗത്തെ ഡ്രോണുകൾ, അത് ലോകത്തെ തന്നെ മികച്ച ഡ്രോണുകളിൽ പ്രധാനപ്പെട്ടവ തന്നെയാണ്. ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോണുകളാണെങ്കിലും ഒരേ സമയം 5 ലക്ഷ്യങ്ങളിലേക്ക് താഴ്ന്നു പറക്കാനും ഈ ഡ്രോണുകൾ നശിപ്പിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഒരേ സമയം 5 ലക്ഷ്യങ്ങളിലേക്ക് ആയുധങ്ങൾ തൊടുത്തുവിടാനും ഒക്കെ ശേഷിയുള്ള ഡ്രോണുകളാണ്. ഇപ്പോൾ തന്നെ ഏകദേശം അനൗദ്യോഗിക കണക്കനുസരിച്ച് 800ഓളം വരുന്ന ഡ്രോണുകൾ ആകാശത്ത് വെച്ച് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് വിവിധ രാജ്യങ്ങളുടെ കണക്കുകൾ വരുന്നത്. 200-ലധികം ഡ്രോണുകൾ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന കണക്കുകൾ തന്നെ എന്തായാലും പുറത്തു വന്നു കഴിഞ്ഞു. ഇനിയും ഇറാൻ്റെ പക്കൽ ശക്തിയേറിയ മിസൈലുകൾ അടക്കമുണ്ട്. ഇത്തരം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ തിരിച്ച് കൂടുതൽ ആക്രമണം നടത്തുന്ന ഇറാനൊപ്പം തന്നെ ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണത്തിനൊപ്പം തന്നെ ലെബനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം ശക്തമായി തന്നെ നടക്കുകയാണ്. ഹിസ്ബുള്ള ഇറാനു വേണ്ടി ശക്തമായി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേലിൽ ആക്രമണം നടത്താൻ കൂടുതൽ അടുപ്പമുള്ള രാജ്യം എന്ന് പറയുന്നത് ലെബനാനാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആക്രമണത്തിനെതിരെ ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ സമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട വിഷയം ഈ സമീപ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ രാജ്യങ്ങളിലെല്ലാം തന്നെ ചെറിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ അപകടങ്ങൾ പ്രധാനമായും ഇറാൻ്റെ മിസൈലുകളും ഇറാൻ്റെ ഡ്രോണുകളുമൊക്കെ വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അപകടങ്ങളാണ് എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഇക്കാര്യത്തിലൊക്കെ ഇനിയും ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇത്രയധികം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ സമീപ രാജ്യങ്ങൾ വെച്ച് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ സ്വാഭാവികമായും അതിൻ്റെ അവശിഷ്ടങ്ങൾ താഴെ വീണുണ്ടാകുന്ന ചെറിയ അപകടങ്ങളുണ്ട്. അത്തരം തീപിടുത്തങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റ് പ്രധാനപ്പെട്ട വിഷയം ഹോർമുസ് കടലിടുക്ക് അടച്ചു എന്നുള്ളതാണ്. ഇറാൻ ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇത് ലോക വ്യാപാരത്തെ തന്നെ ബാധിക്കുന്നതാണ്. ലോകത്ത് എണ്ണവില കുതിച്ചുയരാൻ ഇത് കാരണമാകും. കാരണം ഈ ഹോർമുസ് കടലിടുക്ക് വഴി വരുന്ന ഏത് കപ്പലുകളായാലും ഈ കടലിടുക്ക് വഴി വന്നാൽ ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു സ്വഭാവം കണ്ടാൽ അറിയാം. ആ കടലിടുക്കിലൂടെ കടന്നു പോകണമെങ്കിൽ ഇറാൻ നിയന്ത്രിത പ്രദേശത്തുകൂടി കടന്നു പോകാതെ പൂർണ്ണമായും ഇറാൻ്റെ നിയന്ത്രണത്തിലൂടെ കടന്നു പോകാതെ കപ്പലുകൾ കടന്നു പോകാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 150-150 കപ്പലുകൾ എണ്ണയുമായി വരുന്ന ടാങ്കറുകൾ അവിടെ കടലിടുക്ക് കടന്നു പോകാൻ കഴിയാതെ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് ലോകത്തെ ഈ ചരക്ക് നീക്കത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇത് എണ്ണ വിലയടക്കം കാര്യമായി ബാധിക്കും. എണ്ണവില വെള്ളിയാഴ്ച ബാരലിന് $73 ആയിരുന്നത് ഇപ്പോൾ $79 എത്തിയിട്ടുണ്ട്. ഇത് $200 വരെ എത്താൻ ഇങ്ങനെ ഒരു യുദ്ധം ഇങ്ങനെ ഒരു യുദ്ധം നേരത്തെ ട്രംപ് പറഞ്ഞതുപോലെ ഇത് 2 ആഴ്ചത്തേൽ 20 ദിവസത്തേക്കൊക്കെ നീണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട്. ഇന്ത്യ അടക്കം റഷ്യയിൽ നിന്ന് വീണ്ടും എണ്ണ കൂടുതൽ വാങ്ങാനുള്ള നീക്കത്തിലേക്ക് വരികയാണ്. ഇറാനിൽ നിന്നുള്ള എണ്ണ നീക്കത്തിലടക്കം തടസ്സം നേരിട്ട ഇന്ത്യക്കടക്കം ഇന്ധനക്ഷാമത്തിന് റഷ്യ അടക്കം വീണ്ടും ആശ്രയിക്കേണ്ടി വരും. എന്തായാലും അത്തരം ചില കാര്യങ്ങൾ കൂടി ലോകത്തെ ബാധിക്കുന്ന അത്തരം ചില വിഷയങ്ങൾ കൂടിയുണ്ട്. എന്തായാലും അമേരിക്ക 12 പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ പൗരന്മാരോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ വിവിധ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ മരണം 10 ആയി എന്നാണ് പറഞ്ഞതിൽ US സൈനികർ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും അവർ പുറത്തുവിടുന്നുണ്ട്. അതുപോലെ 3 F-15 വിമാനങ്ങളാണ് തകർത്തു എന്നുള്ള വിവരങ്ങളും ആണ് പുറത്തു വരുന്നത്. F-15 വിമാനങ്ങൾ ഒരിക്കലും ഇതിനു മുമ്പ് ഒരു യുദ്ധത്തിലും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.